മാളയിൽ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഇന്നലെ വൈകിട്ട് വരെ സിനഗോഗിൽ സന്ദർശകരുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ആളുകളെ പ്രവേശിപ്പിക്കരുതെന്നും കാണിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ട് മാള പഞ്ചായത്ത് അവഗണിച്ചതായും ആരോപണമുണ്ട്. കൂടുതൽ വിവരങ്ങൾ മാളയിൽ നിന്നും രാജീവ് പങ്കുവയ്ക്കും. രാജീവ്, ഇപ്പോൾ എന്താണ് അവിടെ സ്ഥിതി? പഞ്ചായത്ത് അധികൃതരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എനിക്ക് പിന്നിൽ കാണുന്നതാണ് യഹൂദ സിനഗോഗ്. ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു സിനഗോഗാണ്. യഹൂദരുടെ ആരാധനാലയമായിരുന്ന ഈ സിനഗോഗ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നു. അതിൻ്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നു. ഇത് സംബന്ധിച്ച നേരത്തെ തന്നെ പരാതികളുണ്ടായിരുന്നു. ഇതിൻ്റെ ബലക്ഷയം സംബന്ധിച്ചൊക്കെ പരാതികളുണ്ടായിരുന്നു. ഈ പരാതി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടായത്. ഇത് ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. സാധാരണ പകൽ സമയത്തൊക്കെ സന്ദർശകരും അടക്കമുള്ളവർ, ഇവിടെ ഇതിൻ്റെ അധികൃതരടക്കമുള്ളവരൊക്കെ ഇതിനകത്തുണ്ടാകാറുണ്ടായിരുന്നു. സെക്യൂരിറ്റിക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വേറൊരു ഇതിനോട് ചേർന്നുള്ള ഒരു മുറിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇത് ബലക്ഷയം സംബന്ധിച്ച നിരവധി പരാതികൾ ഉണ്ടായിട്ടും അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മാള ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതിൻ്റെ ബലക്ഷയം സംബന്ധിച്ച റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരുന്നത്. പക്ഷേ അതിലൊരു നടപടി ഉണ്ടായില്ല. ഇതിലേക്ക് സിനഗോഗിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കരുന്നു, അത് അപകടാവസ്ഥയിലും ആണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് LSTD എഞ്ചിനീയർ ഇതിലൊരു പരിശോധന നടത്തിയത്. ഇത് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കീഴിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിലും അത് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി 1 കോടിയോളം രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പക്ഷേ മേൽക്കൂര അപകടാവസ്ഥയിലാണ് എന്നൊരു കാര്യങ്ങൾ തിരിച്ചറിയാതെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഇത് സംബന്ധിച്ച നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണം വന്നിരുന്നത്. മാളയിൽ നിന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് ഇത് സംബന്ധിച്ച്, ഇതിൻ്റെ തകർച്ച സംബന്ധിച്ച് ഒരാഴ്ച മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും, ടൂറിസം വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. പഞ്ചായത്തിനും പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പരിശോധന നടന്നത്. ആ പരിശോധനയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ്, അപകടാവസ്ഥയിലാണ് സിനഗോഗ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച പരിശോധനാ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരുന്നെങ്കിലും ഇതിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നില്ല. ഇപ്പോഴും ഇതിനകത്ത് ഈ തകർച്ചയുടെ ഈ പശ്ചാത്തലത്തിൽ പോലും ഇതിനകത്ത് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുതയാണ്. ഇത് എത്രത്തോളം അപകടാവസ്ഥ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഈ സംഭവത്തിൽ പ്രതിഷേധിക്കുക. കാരണം ഇതിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിലേക്ക് പ്രവേശനം നടത്തി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതിൽ ഒക്കെ അഴിമതിയുണ്ട് എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധ സമരം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയും ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാളയിലെ ചരിത്ര പ്രസിദ്ധമായ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണു. വിവരങ്ങൾ നൽകുകയായിരുന്നു രാജീവ്.